ഇതാ എല്ലാവരും പാക്കിങ്ങിന്റെ തിരക്കിലാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മളൊരു ട്രാവൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന്. പ്ലേസ് എവിടെയാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങളൊക്കെ പോയ ഇടം ആയിരിക്കും, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണേ. ഞാനും ഏട്ടനും ഫസ്റ്റ് ടൈം പോകണമെന്ന് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. അങ്കിൾ ആൻറ്റി പറയുമ്പോഴാണ് ആ സ്ഥലമേ കേൾക്കണത്. സ്ഥലത്തിൻ്റെ പേര് കോത്തഗിരി, തമിഴ്നാട് ഡിസ്ട്രിക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് 9 hours ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകാം. അവിടെ എന്തൊക്കെ കാണാനുണ്ട്, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് കാണാം. ഓരോരാളായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും പാക്കിങ്ങും ആയി. അങ്കിള് മാത്രമേ ഇനി റെഡിയായി പുറത്ത് വരണം. வீடியோ பார்க்கவே இல்லையா? என்ன பண்றது, நீங்க காட்டல, நீங்க பார்க்கல, நீங்க பேக்கிங்ல പിന്നോട്ടിന് എവിടെ പോകുന്നതാന്ന് വെച്ചാൽ ആ കാണുന്ന കാറ് കണ്ടോ, നമ്മുടെ ഇഗ്നിസ് ഇവിടെയാണ് പാർക്ക് ചെയ്യുക. നമ്മുടെ എർട്ടിക പാർക്കിങ്ങിൽ. അപ്പോൾ എർട്ടിക ഓൾറെഡി എടുത്തുകൊണ്ട് ഇഗ്നിസ് താഴെ പാർക്കിങ്ങിൽ ഇടാൻ പോകുന്ന കേട്ടോ. അപ്പോൾ ഇതാ ഏട്ടൻ വന്നു. ഇനി നമ്മുടെ കോത്തഗിരി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ തപ്പി ഒരു വെജ് റെസ്റ്റോറൻറ്റ് കിട്ടി. ഇനി എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു. ഒന്നും കഴിക്കാതെ ഇറങ്ങിയതല്ലേ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. ടേബിള് എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഇരിക്കാൻ മാത്രം ഒരു ടേബിൾ കിട്ടി. ബാക്കിയെല്ലാം കണ്ടോ ഫുള്ള് ഫില്ലായിരുന്നു. എവിടെയും ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. ആൻറ്റി സാമ്പാർ സാധം ഓർഡർ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്തത് ചോറ്, ഏട്ടനും അങ്കിളും ഗീ റോസ്റ്റ്. അങ്ങനെ ആൻറ്റി ഒരു സാമ്പാർ സാധം എത്തി. എൻ്റെ ചോറ് ഇതാ ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 കൂട്ടം സ്വീറ്റ്സും. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫുഡായിരുന്നു. ഇനി കഴിച്ചു നോക്കാം. അതുകൂടാതെ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു, പിന്നെ ഇതെന്താ, ഇത് ഉപ്പാന്ന് തോന്നുന്നു. ഉപ്പ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. മൈലാഞ്ചി അരച്ച പോലെ ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല, ഞാനതൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇതാ അങ്കിളിൻ്റെ ഏട്ടൻ്റെയും ഗീ റോസ്റ്റും കൂടെ വന്നു. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ കഴിച്ചിറങ്ങി. ഇത് അവർ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കയറുന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അവർക്ക് ബേക്കറി ഉണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ കൂടെ തന്നെ. അപ്പം അങ്ങനെ ഇത് ഏട്ടനും അങ്കിളോട് വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ആൻറ്റി ബില്ല് പേ ചെയ്യുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ, നമ്മൾ കഴിച്ചിറങ്ങി. നേരെ ആദ്യം യാത്ര തുടരാം. ഭയങ്കര വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചിറങ്ങിയതായതുകൊണ്ട് ഭയങ്കര ഉറക്കം കൂടെ വരുന്നുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചിയിലെ പോലെ മഴയൊന്നുമില്ലായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. ഇത് ഞങ്ങൾ വെറുതെ ബോറടിച്ചപ്പോൾ സൈഡിൽ നിർത്തിയതാട്ടോ. അപ്പം ഡ്രൈവർമാർ തമ്മിൽ മാറി. അവർ ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കാറില്ല,
കുറച്ച് ഏട്ടൻ ഓടിക്കും, പിന്നെ അങ്കിൾ ഓടിക്കും, അങ്ങനെ അങ്ങനെ. അപ്പോൾ ഇതുവരെ അങ്കിൾ ഓടിച്ചല്ലോ, ഇപ്പം എന്നെ ഏട്ടൻ ഓടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിള് എനിക്ക് കമ്പനി തരാൻ പുറകിലോട്ട് വന്നു. ഇത് കുടിക്കത്തന്നെയാ? അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടോ. അങ്കിളിൻ്റെ കൂടെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഇത്. ഇപ്പം ഞാനും ദിനോട്ടനൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് കൊച്ചിയിൽ നിന്ന് കാസർഗോഡേക്കാളും കണ്ണൂരേക്ക് ആണെങ്കിൽ ഒരു 9 hours ഓൾമോസ്റ്റ് ട്രാവൽ വരുമല്ലോ. ഞങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ പോകും, ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പോലും നിർത്തൂല. പക്ഷെ അങ്കിളിൻ്റെ കൂടെ പോകുമ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഓരോ 1 hour അങ്കിൾ ടീയോ കോഫിയോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിർത്തിത്തരും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആ ഒരു ട്രാവലിൻ്റെ ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും തോന്നൂല, നല്ല സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ ടീ കോഫിയൊന്നും കുടിക്കൂല കേട്ടോ. ഉണ്ടെങ്കിലൊക്കെ മൂസമ്പി ജ്യൂസ് വാങ്ങിയതാ. അപ്പോൾ അവർ കാറിലേക്ക് നടന്നു. എനിക്ക് കിട്ടാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മുടെ യാത്ര മുന്നോട്ട് തുടരാം. അങ്ങനെ സന്ധ്യ ആവാൻ തുടങ്ങി കേട്ടോ. എന്നും ഉണ്ട് കുറച്ച് ദൂരം, 6-7 hour ഉണ്ട് എന്നും. അങ്ങനെ ഞങ്ങളുടെ അടുത്ത ടീ സ്പോട്ട് എത്തിയിട്ടോ. ഇപ്രാവശ്യം ടീ അല്ല, വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് അരുൺ ഐസ്ക്രീം. പക്ഷെ ഞങ്ങളുടെ കുൽഫി ഇതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. വേറെ എന്തൊക്കെയോ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇതുണ്ടോ, പാവ് ഭാജി, പനീർ, പൊട്ടറ്റോ, മിക്സ് വെജ്, പാനിപ്പൂരി, മസാലപ്പൂരി. അപ്പോൾ ഏട്ടനും ആൻറ്റി ഡിസ്കസ് ചെയ്ത് എന്ത് കഴിക്കണമെന്ന്. അങ്കിളും ഏട്ടനും ഓൾറെഡി വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആൻറ്റി ഒരു മസാലപ്പൂരി, ഞാനൊരു പാനിപ്പൂരിയും പറഞ്ഞു. എൻ്റെ വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. Yes, madam. രാത്രിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് കോത്തഗിരി എത്തിയിട്ട് കാണാം. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.